ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 15 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എടുത്ത് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ റെഗുലറായിട്ട് പഠിക്കുകയും അത് റിവിഷൻ ചെയ്ത് പഠിച്ച് വെക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തരുന്ന നോട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. നോട്ട്സ് എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ച് നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, സെൻറ്റർ അക്കോർഡ്സ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഫോർ 21 ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ്. അപ്പോൾ 21 ഗ്രീൻഫീൽഡ് എയർപോർട്ട്സിന് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവലാണ് സെൻട്രൽ ഗവൺമെൻറ് അക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. The central government has accorded in principle approval for setting up of 21 greenfield airports across the country. അപ്പോൾ 21 ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റിംഗ് അപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് എ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഇസ് ഗവേൺഡ് അണ്ടർ ദ ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ് പോളിസി 2008. അപ്പോൾ ഈ ഗ്രീൻഫീൽഡ് എയർപോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ഗവേൺ ചെയ്യുന്നത് ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ് പോളിസി 2008 അണ്ടറിലാണ്. ആസ് പെർ ദ പോളിസി, അപ്പോൾ ഈ പോളിസിയുടെ അണ്ടറിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ആൻ എയർപോർട്ട് ഡെവലപ്പർ വില്ലിംഗ് ടു എസ്റ്റാബ്ലിഷ് ആൻ എയർപോർട്ട് ഈസ് റിക്വയർഡ് ടു സെൻഡ് പ്രപ്പോസൽ ടു ദ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. അപ്പോൾ ഈ ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ എയർപോർട്ട് ഡെവലപ്പർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് ഒരു പ്രപ്പോസൽ ആദ്യം അയക്കണം. അപ്പോൾ അങ്ങനെയാണ് സെൻട്രൽ അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്, ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടിയിരിക്കുന്നത് 21 ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ് അക്രോസ് ദ കൺട്രി നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NIIFL to collaborate with തമിഴ്നാട് ഗവൺമെൻറ് ടു ഡെവലപ്പ് ഇൻഫ്രാ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇൻഫ്രാ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് NIIFL കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ് തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് വായിക്കാം. നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലിമിറ്റഡ് അനൗൺസ്ഡ് ദ സൈനിങ് ഓഫ് ആൻ MOU വിത്ത് തമിഴ്നാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബോർഡ് ടു ഹെൽപ്പ് അട്രാക്ട് commercial capital into infrastructure opportunities in the state. 7 projects are identified across departments which have the potential to attract private investments of approximately 5,000 to 6,000 crore. അപ്പോൾ NIIFL നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ആണ് കൊളാബറേറ്റ് ചെയ്യുന്നത് തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് ഇൻഫ്രാ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HDFC ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫോർ പരിവർത്തൻ സ്മാർട്ടപ്പ് ഗ്രാൻഡ്സ്. അപ്പോൾ HDFC ബാങ്ക് അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് ഇറ്റ്സ് 6th ആനുവൽ ഗ്രാൻഡ്സ് പ്രോഗ്രാം ഫോർ സോഷ്യൽ സ്റ്റാർട്ടപ്പ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യസ് ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവായ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് HDFC ബാങ്ക് പരിവർത്തൻ സ്മാർട്ടപ്പ് ഗ്രാൻഡ്സ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 39th ഇന്ത്യ-ഇന്തോനേഷ്യ കോർപാറ്റ് ബിഗിൻസ് എൻഷുറിങ് എ സേഫർ IOR അണ്ടർ വിഷൻ സാഗർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം, എന്നാൽ കൂടുതൽ ക്ലിയർ ആവും. ദ 39th എഡിഷൻ ഓഫ് ഇന്ത്യ-ഇന്തോനേഷ്യ കോർഡിനേറ്റഡ് പാട്രോൾ, അതാണ് ഇൻഡോ കോർപാറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. With the participation of the navies of both countries, the Indo-Corpat will conclude on December 19th. അപ്പോൾ ഡിസംബർ 19th കൺക്ലൂഡ് ചെയ്യും. പോർട്ട് ബ്ലെയറിൽ വെച്ചിട്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ക്യാപിറ്റലായ പോർട്ട് ബ്ലെയറിൽ വെച്ചിട്ടാണ് അത് കൺക്ലൂഡ് ചെയ്യുക. ഡ്യൂറിംഗ് ദ എക്സസൈസ് ദ കോർഡിനേറ്റഡ് പാട്രോൾ വിൽ ബി കണ്ടക്റ്റഡ് അലോങ് ദ ഇൻ്റർനാഷണൽ മാരിടൈം ബൗണ്ടറി ലൈൻ. അപ്പോൾ ഇൻ്റർനാഷണൽ മാരിടൈം ബൗണ്ടറി ലൈനിൽ വെച്ചിട്ട് കോർഡിനേറ്റഡ് പാട്രോൾ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Navies of India and Indonesia have been conducting Corpats twice a year since 2002. അപ്പോൾ ഈ കോർപാറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ആ എക്സസൈസ് ഇന്ത്യയും ഇന്തോനേഷ്യൻ നേവീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിൽ 2 തവണയാണ്. 2002 മുതൽക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ന്യൂ വേൾഡ് ബാങ്ക് ടൂൾ കിറ്റ് ടു മേക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് പബ്ലിക് സ്പേസസ് മോർ ജെൻഡർ ഇൻക്ലൂസീവ്. അപ്പോൾ
ന്യൂ വേൾഡ് ബാങ്ക് ടൂൾ കിറ്റ്, ട്രാൻസ്പോർട്ട് അതേപോലെ പബ്ലിക് സ്പേസസ് ജെൻഡർ ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് പുതിയ ടൂൾ കിറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്, ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. The World Bank today launched a toolkit on enabling gender responsive urban mobility and public spaces in India, with the aim of guiding Indian cities on how to design public transport that is more inclusive of a woman's traveling requirements. അപ്പോൾ വുമൺസ് ട്രാവലിംഗ് റിക്വയർമെൻറ്റ്സ് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് ആൻഡ് പബ്ലിക് സ്പേസസിനെ ജെൻഡർ ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ട് ടൂൾ കിറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ISRO ടെസ്റ്റ് 4 സോളാർ ഗ്രൂപ്പ്സ് റോക്കറ്റ് മോട്ടോർ യൂണിറ്റ് സക്സസ്ഫുൾ. അപ്പോൾ ISRO ടെസ്റ്റ് ചെയ്ത സോളാർ ഗ്രൂപ്പ്സിൻ്റെ റോക്കറ്റ് മോട്ടോർ യൂണിറ്റ് സക്സസ്ഫുൾ ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒന്ന് വായിക്കാം. The rocket motor produced by Nagpur's Economic Explosives Limited, a subsidiary of Solar Group, was successfully tested by the Indian Space Research Organization. അപ്പോൾ സക്സസ്ഫുള്ളായി ടെസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. This also marks the beginning of end-to-end production of a polar satellite launch vehicles through a private sector industry. ISRO had transferred the technology to EEL in 2019. So നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ISRO to develop spatial data infrastructure geoportal for Ladakh, യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ്. അപ്പോൾ യൂണിയൻ മിനിസ്റ്ററായ ജിതേന്ദ്ര സിംഗ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ISRO ടു ഡെവലപ്പ് സ്പേഷ്യൽ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ജിയോ പോർട്ടൽ, ലഡാക്കിന് വേണ്ടിയിട്ട് സ്പേഷ്യൽ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ജിയോ പോർട്ടൽ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ഗവൺമെൻറ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് ഹാസ് അപ്രോച്ച്ഡ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ്, എ യൂണിറ്റ് ഓഫ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോർ ഡെവലപ്പിംഗ് സ്പേഷ്യൽ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ജിയോ പോർട്ടൽ ജിയോ ലഡാക്ക് ഫോർ യൂണിയൻ ടെറിട്ടറി ലഡാക്ക്, സെഡ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ജിതേന്ദ്ര സിംഗ്. അപ്പോൾ ജിതേന്ദ്ര സിംഗ് ആണിത് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ അൺവെയിൽസ് $30 billion പ്ലാൻ ടു അപ്ഗ്രേഡ് ഗ്രിഡ് ഫോർ ക്ലീൻ പവർ. അപ്പോൾ ഇന്ത്യ അൺവെയിൽസ് $30 billion പ്ലാനാണ് അൺവെയിൽ ചെയ്തിട്ടുള്ളത്. ഗ്രിഡ് ക്ലീൻ പവറിന് വേണ്ടിയിട്ടുള്ള ഗ്രിഡ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ ചിലവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ അൺവെയിൽഡ് 2.44 lakh crore rupees, അതായത് ഏകദേശം $29.6 billion പ്ലാൻ ടു ബിൽഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ടു കണക്ട് റിന്യൂവബിൾ ജനറേഷൻ as it aims to nearly triple its clean power capacity by 2030. The project will connect solar plants in the sun-drenched deserts of Rajasthan and Gujarat and wind farms in Tamil Nadu to National Network of Power Ministry, said in a statement. അപ്പോൾ ഇന്ത്യയാണ് അൺവെയിൽ ചെയ്തിട്ടുള്ളത് 2.44 lakh crore rupeesൻ്റെ ഒരു പ്ലാനാണ്. ട്രാൻസ്മിഷൻ ലൈൻസ് റിന്യൂവബിൾ ജനറേഷനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു $30 billion അല്ലെങ്കിൽ ഈ 2.44 ലക്ഷം കോടി രൂപയുടെ ഗ്രിഡ് ക്ലീൻ പവറിന് വേണ്ടിയിട്ടുള്ള ഗ്രിഡിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അൺവെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IIT റോപ്പാർ ആർമി ട്രെയിനിങ് കമാൻഡ് സൈൻ MOU ടു സെറ്റപ്പ് സെൻറ്റർ ഓഫ് എക്സലൻസ്. അപ്പോൾ സെൻറ്റർ ഓഫ് എക്സലൻസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് IIT റോപ്പാറും അതേപോലെ ആർമി ട്രെയിനിങ് കമാൻഡും ഒരു MOU സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NBFC MFIs outpace banks to grab a dominant share in microfinance market. അപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് MFIs ബാങ്ക്സിനെ ഔട്ട്പേസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർടേക്ക് ചെയ്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഗ്രാബ് എ ഡോമിനൻറ്റ് ഷെയർ ഇൻ മൈക്രോ ഫിനാൻസ് മാർക്കറ്റ്. മൈക്രോ ഫിനാൻസ് മാർക്കറ്റിൽ ഒരു ഡോമിനൻറ്റ് ഷെയർ ഗ്രാബ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് NBFCs. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. According to the latest quarterly report compiled by Sadhan, the Association of Inclusive Financial Institutions, the SRO, NBFC MFIs has outpaced banks for the first time in years and picked up a dominating share in the microfinance sector, accounting for nearly 38% of the industry, while banks have slipped to the second position with close to 36% market share. അപ്പോൾ 38%
ഷെയർ, അതായത് മൈക്രോ ഫിനാൻസ് മാർക്കറ്റിൻ്റെ ഷെയർ ഇവരാണ് എടുത്തിരിക്കുന്നത്. അതായത് ലെൻഡ് ചെയ്തിട്ടുള്ളത് ഈ NBFC MFIs ആണ് കൂടുതൽ ലെൻഡ് ചെയ്തിട്ടുള്ളത്. ബാങ്ക്സ് 36% ലെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ബാങ്ക്സിനെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇയേഴ്സ്. പല വർഷങ്ങൾക്ക് ശേഷം അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബാങ്ക്സിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ MFIs. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഓവർ 172 ഗിഗാവാട്ട് capacity from non-fossil fuel based energy resources installed in the country. അപ്പോൾ 172 ഗിഗാവാട്ടിന് മുകളിലുള്ള കപ്പാസിറ്റി നോൺ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് എനർജി റിസോഴ്സസ് ആണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. മോർ ദാൻ 172 ഗിഗാവാട്ട് കപ്പാസിറ്റി ഫ്രം നോൺ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് എനർജി റിസോഴ്സസ് ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് ഇൻ ദ കൺട്രി. ദിസ് ഇൻക്ലൂഡ്സ് മോർ ദാൻ 119 ഗിഗാവാട്ട്സ് ഓഫ് റിന്യൂവബിൾ എനർജി. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 119 ഗിഗാവാട്ട്സ് ഓഫ് റിന്യൂവബിൾ എനർജി, 46.85 ഗിഗാവാട്ട്സ് ഓഫ് ലാർജ് ഹൈഡ്രോ എനർജി, പിന്നെ 6.78 ഗിഗാവാട്ട് ഓഫ് ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി. അപ്പോൾ 6.78 ഗിഗാ വാട്ട്സ് ഓഫ് ന്യൂക്ലിയർ പവർ കപ്പാസിറ്റിയും കൂടിയുണ്ട്. So this was stated by the New and Renewable Energy Minister R.K. Singh. അപ്പോൾ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്റ്റർ R.K. Singh ആണ് ഈ ഡാറ്റ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 178 ഗിഗാവാട്ട് കപ്പാസിറ്റിയുടെ മുകളിലുണ്ട് ഇന്ത്യയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് ഫിൻലാൻഡ് സൈൻ ജോയിന്റ് ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻറ്റ് ഓൺ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി ബിറ്റ്വീൻ ദ ടു കൺട്രീസ്. അപ്പോൾ ഇന്ത്യയും ഫിൻലാൻഡും കൂടി ഒരു ജോയിൻറ്റ് ഡിക്ലറേഷനാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻറ്റ് ഓൺ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റിയുടെ കാര്യത്തിൽ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ് ജോയിൻറ്റ് ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയും ഫിൻലാൻഡും. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നെയിംസ് സർ ജെറമി ഫറാർ the World Health Organization names Sir Jeremy Farrar as its new chief scientist. അപ്പോൾ the World Health Organization ജെറമി ഫറാറിനെ ന്യൂ ചീഫ് സയൻറ്റിസ്റ്റ് ആയിട്ട് നെയിം ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ആണ് നെയിം ചെയ്തിട്ടുള്ളത്. ജെറമി ഫറാറിനെ ന്യൂ ചീഫ് സയൻറ്റിസ്റ്റ് ആയിട്ടാണ് നെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ WHO ഡയറക്ടർ ജനറലാണ് തെദ്രോസ് അദനോം ഗബ്രിയേഷൂസ്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സുപ്രീം കോർട്ട് കൊളീജിയം റെക്കമെൻഡ്സ് 5 നെയിംസ് ടു സെൻറ്റർ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് അപ്പെക്സ് കോർട്ട് ജഡ്ജസ്. അപ്പോൾ സുപ്രീം കോർട്ട് കൊളീജിയം റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 5 നെയിംസ് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് അപ്പെക്സ് കോർട്ട് ജഡ്ജസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെയിംസ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദോസ് റെക്കമെൻഡഡ് ഫോർ എലിവേഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ആർ രാജസ്ഥാൻ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് പങ്കജ് മിറ്റൽ. അപ്പോൾ ആരൊക്കെയാണ് ഈ 5 പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസായ പങ്കജ് മിത്തൽ, പിന്നെ മണിപ്പൂർ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസായ PV സഞ്ജയ് കുമാർ, പിന്നെ പാട്ന ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസായ സഞ്ജയ് കറോൾ, പിന്നെ പാട്ന ഹൈക്കോർട്ട് ജഡ്ജായ അഷാനുദ്ദീൻ അമാനുള്ള, പിന്നെ അലഹബാദ് ഹൈക്കോർട്ട് ജഡ്ജായ മനോജ് മിശ്ര. അപ്പോൾ ദ സുപ്രീം കോർട്ട് കൊളീജിയം വാസ് ഹെഡഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡാണ് സുപ്രീം കോർട്ട് കൊളീജിയം ഹെഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. FIDC CRIF റിലീസസ് റിപ്പോർട്ട് ഓൺ NBFC സാങ്ഷൻസ് ഇൻസൈഡ്. അപ്പോൾ FIDC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെപ്രസെൻറ്റേറ്റീവ് ബോഡി, നമുക്ക് വായിച്ചു നോക്കാം. ഫിനാൻസ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെപ്രസെൻറ്റേറ്റീവ് ബോഡി ഓഫ് അസറ്റ് ആൻഡ് ലോൺ financing of NBFCs registered with the RBI, Reserve Bank of India, and CRIF, Highmark, credit information companies that provide credit scores and credit reports in India on individuals and companies recently released data on NBFC MFI sector that gives insights on NBFC sanctions. അപ്പോൾ നേരത്തെ പറഞ്ഞ ന്യൂസ് ഇല്ലേ, NBFC MFIs ബാങ്ക്സിനെയൊക്കെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള ആ ഡാറ്റ കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ച് ഓൾഡ് ന്യൂസ് ആയിട്ടാണ് തോന്നുന്നത്. സോ FIDC ഡയറക്ടർ ജനറലാണ്, ഫിനാൻസ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ഡയറക്ടർ ജനറലാണ് മിസ്റ്റർ മഹേഷ് താക്കർ. അപ്പോൾ FIDC CRIC റിലീസ് ചെയ്തിരിക്കുകയാണ്. NBFC സാങ്ഷൻസിൻ്റെ റിപ്പോർട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസസ് ഗ്യാരണ്ടീഡ് ഫോർച്യൂൺ പ്ലാൻ.
അപ്പോൾ കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഗ്യാരണ്ടീഡ് ഫോർച്യൂൺ പ്ലാൻ. അപ്പോൾ കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് ആണ് ഗ്യാരണ്ടീഡ് ഫോർച്യൂൺ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസസ് ദ ഗ്യാരണ്ടീഡ് ഫോർച്യൂൺ പ്ലാൻ വിച്ച് ഈസ് എ ലിങ്ക്ഡ് non-participating individual savings life insurance plan. The company's new offering is also a POS, point of sale life insurance policy. അപ്പോൾ ഇവരുടെ പോളിസി എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസി തന്നെയാണ്. അപ്പോൾ ഗ്യാരണ്ടീഡ് ഫോർച്യൂൺ പ്ലാൻ ആണ് ഇപ്പോൾ കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ MD ആൻഡ് CEO ഓഫ് കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് അനുജ് മാത്തൂർ ആണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് December 14 അപ്പോൾ December 14 ആണ് നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. പ്രസിഡന്റ് ദ്രൗപദി മുർമു ലോഞ്ച്ഡ് ദ EV യാത്രാ പോർട്ടൽ ആൻഡ് എ മൊബൈൽ ആപ്ലിക്കേഷൻ വിച്ച് വിൽ ഫെസിലിറ്റേറ്റ് ഇൻ വെഹിക്കിൾ നാവിഗേഷൻ ടു ദ നിയറസ്റ്റ് പബ്ലിക് EV ചാർജർ. അപ്പോൾ ഇലക്ട്രോണിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനിലേക്കുള്ള നാവിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് EV യാത്രാ പോർട്ടൽ. അതേപോലെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും അപ്പോൾ അത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു. ദ പ്രസിഡന്റ് ഓൾസോ ഫെലിസിറ്റേറ്റഡ് ദ വിന്നേഴ്സ് ഓഫ് നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ്സ് ആൻഡ് നാഷണൽ എനർജി എഫിഷ്യൻസി ഇന്നോവേഷൻ അവാർഡ്സ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് എ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഓൺ 1 March 2002. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി 1 March 2002 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രിവൺ.